ജന്മനാ കിട്ടിയതാണ് തനിക്ക് പാട്ടെന്ന് എം.ജി. ശ്രീകുമാർ പറയാറുണ്ട്. കുടുംബത്തിലെല്ലാവരും പാട്ടുകാരായിരുന്നു. അതാണ് തനിക്കും കിട്ടിയത്. കുട്ടിക്കാലം മുതലേ തന്നെ പാട്ടായിരുന്നു എല്ലാം. ഇടയ്ക്ക് ബാങ്കിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് പാട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയായിരുന്നു. ചേട്ടനും ചേച്ചിയും എന്നും തനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഇടയ്ക്ക് വെച്ച് ചില പിണക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ചേച്ചിയുമായി എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അദ്ദേഹം പറയുന്നു. ഓമനക്കുട്ടി എന്റെ ചേച്ചിയാണ്, അമ്മയുടെ സ്ഥാനമാണ്. കുറേ നാൾ ചേച്ചി എന്നോട് മിണ്ടത്തില്ലായിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമില്ല. അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി കുറെ പേരുണ്ട്, കുറെ ആൾക്കാരുണ്ട്. ഞാൻ എറണാകുളത്താണല്ലോ. ചേച്ചിയുടെ അടുത്ത് പോയി ഞാൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഞാൻ കുറെ കഥകൾ ഇറക്കി. പക്ഷേ ദൈവം എന്ന് പറയുന്നൊരു സത്യമുണ്ടല്ലോ. കഴിഞ്ഞ മാസം ചേച്ചി എന്റെ വീട്ടിൽ വന്നു. ചേച്ചിയുടെ മോൾ ലക്ഷ്മിയും കൂടെ ഉണ്ടായിരുന്നു. വീട്ടിൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എടാ എന്തിനാടാ നമ്മൾ 10-15 വർഷം മിണ്ടാതെ ഇരുന്നതെന്ന്. അക്കനെന്നാണ് ഞാൻ വിളിക്കുന്നത്. അക്കൻ എന്തിനാണ് എന്നോട് മിണ്ടാതെ ഇരുന്നതെന്ന് ഞാനും ചോദിച്ചു. ഞങ്ങൾ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ഇവളെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഇവൾക്കൊരു ഉമ്മയൊക്കെ കൊടുത്തു. സാരിയൊക്കെ വാങ്ങിച്ചു കൊടുത്താണ് പോയത്. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്നേഹത്തിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഫാമിലിയാണ്. അതിന് ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് 3 പേർക്കും കിട്ടിയ സംഗീതത്തെ നശിപ്പിക്കാനാവില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ ഇളം തലമുറക്കാരും പാട്ടുകാരാണ്. സംഗീതമല്ലേ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആര് നോക്കിയാലും തകർക്കാൻ പറ്റില്ല. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. അത് മനസ്സിലാക്കണം, അത്രയേ ഉള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. മേടയിൽ വീട്ടിലേക്ക് വീണ്ടും പോയതിന്റെ വിശേഷങ്ങൾ എം.ജിയും ലേഖയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. ഓർമ്മകൾ ഓടക്കുഴലൂതി. മേടയിൽ വീട്ടിൽ ഒരുപാട് ഓർമ്മകൾ എന്ന ക്യാപ്ഷനോടെയായിരുന്നു ചേച്ചിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചത്. ചേട്ടനുള്ള സമയത്ത് വേണമായിരുന്നു ഈ ഒത്തുചേരൽ. കുറച്ച് വൈകിപ്പോയി, എന്നാലും കുഴപ്പമില്ല. ആഗ്രഹിച്ച കൂടിച്ചേരൽ, കാണാൻ ആഗ്രഹിച്ച കാഴ്ച. എം.ജിയെ മകനെപ്പോലെ കാണുന്ന ചേച്ചി. ഈ സ്നേഹം ഇനി എന്നും നിലനിൽക്കട്ടെ തുടങ്ങിയ കമന്റുകളാണ് പോസ്റ്റിന് താഴെ വന്നത്. ആരെയും വേദനിപ്പിക്കാതിരിക്കുക എന്നതാണ് ഞാൻ ഇപ്പോഴും പറയാറുള്ളത്. ഒരാളുടെ കണ്ണുനീര് വീഴ്ത്തിയാൽ കാലം നമുക്ക് തിരിച്ചു തരും. ഒത്തിരി ഒരാളെ വേദനിപ്പിക്കാതിരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് സംസാരിച്ച് തീർക്കുക. പ്രതികാരമാകാതെ ഇരിക്കുക. എന്റെ വിധിയാണ് ഞാൻ പറയുന്നത്, എന്റെ വിധമാണ് ഞാൻ പറയുന്നത്. മറ്റൊരാൾ ചെയ്യുന്നത് പോലെ അത്രയും ചെയ്ത് പരിചയമില്ലെന്ന് ഞാൻ പറയാറുള്ളതാണ്. എന്റെ രീതിയിലേ ഞാൻ പ്രസന്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ ഞാൻ ആരോടും പറയുന്നില്ല എന്നാണ് ലേഖ പറഞ്ഞത്. ഇവരുടെ സംസാരം തന്നെ വളരെ മനോഹരമാണ് എന്നാണ് ആരാധകർ പറയുന്നത്. എല്ലാവർക്കും ഈ താരങ്ങളോട്, ഈ താരദാമ്പത്യത്തോട് വലിയ ഇഷ്ടമാണ്. പലപ്പോഴും തന്റെ ഭാര്യയെക്കുറിച്ച് വാനോളം പുകഴ്ത്തിക്കൊണ്ട് എം.ജി. ശ്രീകുമാർ എത്താറുണ്ടായിരുന്നു. എം.ജി. ശ്രീകുമാറിന്റെയും ലേഖയുടെയും പ്രണയം പലർക്കും ഇപ്പോഴും അത്ഭുതമാണ്. പാട്ടുപോലെ തന്നെയാണ് ഇവരുടെ പ്രണയവും. ലേഖയുടെ ഏറ്റവും മികച്ച ക്വാളിറ്റി പറയാൻ പറഞ്ഞാൽ എം.ജി. ശ്രീകുമാർ ആദ്യം പറയുന്നത് ഒരൊറ്റ ഉത്തരമാണ്: എന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, അതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന്. അങ്ങനെയാണ് എം.ജി. ശ്രീകുമാർ പലപ്പോഴും പ്രതികരിച്ചിട്ടുള്ളത്. പാട്ടിന്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും എം.ജി. ശ്രീകുമാറിനെ യാതൊരു തരത്തിലും സഹായിച്ചിട്ടൊന്നുമില്ല. അത് അദ്ദേഹത്തിന്റെ കഴിവും പ്രയത്നവുമാണ്. ഞാൻ ശ്രദ്ധിക്കുന്നത് ഡ്രസ്സിങ്ങിലൊക്കെയാണെന്ന് ലേഖ പറയുന്നു. ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ആദ്യം ലേഖ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമായിരിക്കില്ല. പക്ഷെ പിന്നീട് അതിട്ട് ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ കൊള്ളാലോ എന്ന് തോന്നുമെന്നും എം.ജി.